നോക്കി പേടിപ്പിക്കണ്ട. എനിക്കിനി ഇത് പറ്റില്ല. കുഞ്ഞിന് മുല കൊടുക്കണമെങ്കിൽ ഭാര്യ ഗുജറാത്തി സാരി കൊടുക്കണമെന്ന് വെച്ചാ ഈ ഗതികേടിനെ നീട്ടിക്കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതിലും നല്ല ആത്മഹത്യ ചെയ്യുന്നതാ. രാത്രി മുഴുവൻ ആ വീട്ടിൽ ആൾക്കാർക്കെന്താ പ്രേതബാധയുണ്ടോ? ഒറ്റ എണ്ണത്തിന് രാത്രി ഉറക്കമില്ല. രാത്രി മുഴുവൻ നിലവിളിയും ബഹളവും വെള്ളം കുടിയും പരക്കം പാച്ചിലും. നിന്നെ ഒന്ന് മനസ്സറിഞ്ഞ് തൊട്ടിട്ട് എത്ര ദിവസമായിന്നറിയോ? ജയേട്ടനെന്തിനാ നിലവിളിച്ചത്? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പിന്നെ നിലവിളിക്കാതെ നിന്റെ ഏതോ ഒരു അമ്മാവൻ അമ്മാവിയുടെ പാവാട കൊടുത്ത് പാതിരാത്രി കൊന്നതാ എന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് കുഞ്ഞിനെ ചോദിച്ചു. പിന്നെ മനുഷ്യൻ മേടിക്കാതിരിക്കോ? ഞാൻ പറഞ്ഞില്ലേ, മടുത്തു. ഭാര്യയും കുഞ്ഞിനെ അടുത്ത് കിട്ടണമെങ്കിൽ ഞാൻ ഈ കളി നിർത്തണം. നമുക്ക് തിരിച്ചു പോവാം. സത്യം പറ, ഇവിടെ വന്ന പിന്നെ ഏതെങ്കിലും ഒരു രാത്രി നീ മനസമാധാനത്തോടെ ഉറങ്ങിയിട്ടുണ്ടോ? നമ്മുടെ മോളെ താലോലിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പോയാ ഈ ജന്മം മോളെ നീ നേരാമണം കാണാൻ പോകുന്നില്ല. അമ്മ ആരാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തി ആണെന്ന് പറയേണ്ട ഗതികേട് നമ്മുടെ മോക്കും വരും. ഇതാ ഞാൻ പറഞ്ഞത്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ 2 കൊല്ലത്തിനിടയ്ക്ക് നീ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? മായമോളെ, മായക്കുട്ടി, നിന്റെ ചെറിയ മീന്തിന് ഇങ്ങോട്ട് വരുന്നത്? മായമോൾ ഇവിടേക്ക് വന്നാ? ഇല്ല. പിന്നിത് എവിടെ പോയി? അവർക്ക് എന്തോ ഒരു സംശയമുള്ള പോലെ. മായേ, മായമോളെ, എവിടെ പോയി? അപ്പൊ മായ എവിടെ പോയി? അളിയാ എവിടെ പോയിന്നല്ലേ ഞാനും തപ്പിക്കൊണ്ടിരിക്കുന്നത്. മായ മാത്രമല്ല, ശിവൻകുട്ടിയും കാണാനില്ലേ? അവൻ ഈ നേരത്തെ എവിടെ പോയി? അവൻ പോയടാ നാരായണൻകുട്ടി, അവൻ പോയി. അവളെ കൊണ്ടുപോയി. കത്തെഴുതി വെച്ചിരിക്കുന്നു. മംഗലം വീട്ടിലെ മഹാമനസ്കരെ, എന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനത്തോടൊപ്പം ഞാനെന്ന ശിവൻകുട്ടി ഇതാ ഒരു മായാലോകത്തേക്ക് പറക്കുന്നു. ഇത്രയും കാലം എനിക്ക് കിട്ടാതിരുന്ന 10 മാറ്റുള്ള സ്ത്രീ ഹൃദയം ഞാനിതാ നേടിയെടുത്തിരിക്കുന്നു. നിങ്ങൾ ആരും ഇതിൽ സങ്കടപ്പെടേണ്ട. നിങ്ങളുടെ ഓമനപുത്രൻ ശിവൻകുട്ടിക്ക് ഒരു മായാദേവിയുടെ സ്വർഗരാജ്യം വീണ് കിട്ടിയിരിക്കുന്നു. അവളുടെ സമ്പത്തും ഐശ്വര്യവും സ്നേഹവും എല്ലാം ഇനി എനിക്കാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ, ഗുഡ് ലക്ക്. എടാ ശിവൻകുട്ടി, നീ പോയത് പിന്നെ സഹിക്കാം. നീ എടുത്തോണ്ട് പോയത് എന്താണെന്ന് ഓർക്കുമ്പോ എന്റെ തല ഇറങ്ങുന്നടാ. അവര് തമ്മിൽ ശരിക്കും സ്നേഹമായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലത്. മായേ, മായമോളെ, ശിവൻകുട്ടി, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ നാരായണൻകുട്ടി. എവിടാ ഇപ്പൊ ഒന്ന് തിരയുക? ഇപ്പൊ മനസ്സിലായ? ഇന്നലെ രാത്രി കിട്ടിയ ഈ മേഘ സന്ദേശം ആ കള്ളൻ എഴുതിയതാ. മുൻവശത്തെ വാതിൽ തുറക്കാൻ അവൻ കാത്തിരിക്കുന്നെന്ന്. ഞാൻ ഈ പാവത്തിന് വെറുതെ സംശയിച്ച് തല്ലിച്ചേട്ടാ. ഞാനും ആ വിശാലത്തിനെ വെറുതെ ചവിട്ടി. ഏട്ടനും ഏട്ടത്തെയും കൂടെ ശിവൻകുട്ടിയെ വെച്ച് കള്ളക്കളി കളിച്ച് മായയെ പറ്റിച്ച് സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാന്ന് വിചാരിച്ചു അല്ലേ? അത് ഈ വീട്ടിൽ നടക്കില്ല. അയ്യോ, എന്റെ കമലാക്ഷേത്ര കളിയാൻ വിവരറിയോ? ഞാനിത് മുത്തച്ഛനോട് പറയും. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തൊരു വിഡ്ഢിത്തരം നിങ്ങൾ കാണിക്കുന്നത്? അന്തസ്സും ആഭിജാതിയുള്ളൊരു തറവാടല്ലേ അത്? ബുദ്ധിയുള്ള ആണുങ്ങളല്ലേ നിങ്ങളൊക്കെ? തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി മുത്തച്ഛനോട് സത്യം പറഞ്ഞ് മായയെ കണ്ടുപിടിക്കാൻ നോക്കാതെ നിങ്ങൾ ഇങ്ങനെ തമ്മിത്തല്ലേ? ആർക്കാ അതിന്റെ നാണക്കേട്? മുത്തച്ഛനോട് പറയണോ വേണ്ടയോ എന്ന് ആദ്യം നിങ്ങൾ തന്നെ തീരുമാനിക്കേ. രണ്ടായാലും നിങ്ങൾക്ക് ദോഷം വരരുത്. അതിനിടയ്ക്ക് അവളെ കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ കഷ്ടം. എന്താ എല്ലാരും ശവം പോലെ നിക്കണേ? മായ എവിടെ? മായ അവള് അമ്പലത്തിൽ പോയച്ചാ. അവിടെ സപ്താഹമായന നടക്കല്ലേ? എന്നാ പിന്നെ അത് വാ തുറന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ എത്ര നേരമായിട്ട് അവളെ വിളിക്കുന്നു. അച്ഛൻകുട്ടി, എന്താ അച്ഛാ? നിന്റെ മകൻ എന്റെ പേഴ്സിൽ ഇന്നലെ രാത്രി കുറച്ച് പൈസ മോട്ടിച്ചിട്ടുണ്ട്. അത് നിന്റെ കണക്കിലോട്ട് എഴുതിയേ. എന്നിട്ട് അവന്റെ 2 മുട്ടുകാലും തല്ലി ഒടിച്ചേക്ക്. ശിവൻകുട്ടിയുടെ എന്തിനാ അങ്ങനെ ഒരു കത്തെഴുതി വെച്ചത്? ഒരു കാര്യം തീർച്ച, അവൻ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ നാട് വിട്ടിട്ടുണ്ട്. ആ എഴുത്ത് വായിച്ചത് നീയാണെന്നാണ് അവരൊക്കെ ധരിച്ചിരിക്കുന്നത്. മുത്തച്ഛനാണെങ്കിൽ നിന്നെ വിളിച്ചോണ്ടിരിക്കുക. അവർക്ക് അതൊട്ട് പറയാൻ ധൈര്യവും ഇല്ല. ഈശ്വര, മുത്തച്ഛൻ അറിഞ്ഞ ആകെ പ്രശ്നമാവും. ഞാൻ ഇന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ഈ ബഹളം നടക്കുമ്പോ നീ അങ്ങോട്ട് ചെല്ലണ്ട. ഒരുപക്ഷേ നമുക്കിതൊരു സഹായമാവും. നീ ധൈര്യമായിട്ടിരിക്കേ. ദാസനെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ചെറിയച്ഛൻ, ചെറിയച്ഛൻ, ചാച്ചിയുടെ ചെറിയച്ഛൻ സാറിനെ കാണാൻ വന്നിരിക്കുന്നു. കുഞ്ഞിനെ നോക്കിയോ? ഡോക്ടറോട് ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് വന്നേ.
അയ്യേ അതൊന്നും ശരിയാവില്ല. എന്റെ വൈഫ് സമ്മതിക്കില്ല. ഞങ്ങൾ ഡോക്ടറുടെ കാല് പിടിക്കാം. മായയെ കണ്ടില്ലെങ്കിൽ അച്ഛൻ ആകെ പ്രശ്നമാവും. മായ അമ്പലത്തിൽ പോയി എന്റെ പെണ്ണുകൾ നുണ പറഞ്ഞതാ. അച്ഛൻ മായ അന്വേഷിച്ച് അമ്പലത്തിൽ പോയിരിക്കുക. അവിടെ ഒരു സപ്താഹവും ഒരു പുല്ലുമില്ല. എന്തെങ്കിലും ഒരു കള്ളക്കളി കളിച്ചില്ലെങ്കിൽ ഇപ്പൊ ആകെ പ്രശ്നമാവുന്നേ. കുറച്ചു നേരത്തേക്ക് മതി. വാടാ. അയ്യോ കൈന്നോട് നിന്നോട് പറഞ്ഞില്ലേ? കയ്യിന്ന് വിടാൻ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവളെ അങ്ങോട്ട് അയക്കുന്നത്? ഞങ്ങളുണ്ട്. മാനസേശ്വരിയുടെ മേത്ത് ഒരു തരി മണ്ണ് വീഴാതെ ഞങ്ങൾ നോക്കാം. ആ നീ പോയി മായയുടെ സാരി ബ്ലൗസും അവിടെ എടുത്തിട്ട് വാ. ഡോക്ടർ സമ്മതിക്കും. ചെല്ല്, സമ്മതിക്കും. അതിനവൾക്ക് ആകെ 5-10 മലയാളമാക്കി അറിയൂ. മാത്രമല്ല പരമാനന്ദിക്ക് അത് ഇഷ്ടാവില്ല. ഓ കലാട്ട ബിലാട്ടൊക്കെ കാരണം ഡോക്ടർ ജി കുछ മുസ്കുരാഹത്ത് ഹോ ഗയാ അതെ അതെ. പരമാനന്ദ സമ്മതിച്ചില്ല. എനിക്ക് അവളോട് ചോദിക്കണം. ഉപേക്ഷിക്കരുത്. ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കണം. ദൈവാനുഗ്രഹം ഉണ്ടാകും. എന്ത് പ്രത്യുപകാരം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. എനിക്കൊന്ന് ആലോചിക്കണം. തുടരുത് ആലോചിക്കട്ടെ. പിടികിട്ടിയ അവളെ മായയെ പോലെ വേഷം കെട്ടിച്ച് മുത്തച്ഛന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തണം. അത്രയല്ലേ ഉള്ളൂ. അതെ. അത് ഞാൻ ചെയ്യാം. ഓ നിങ്ങൾ ഓർത്തിട്ടൊന്നുമല്ല, ആ. ഒരു പ്രായമായ മനുഷ്യന്റെ മനസ്സ് വേദനിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. ഞാൻ പറഞ്ഞ അവള് കേക്കും. പക്ഷേ ഒരു കാര്യം, അനാവശ്യമായിട്ട് ആരെങ്കിലും അവളെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു ഈച്ച ആ ഭാഗത്ത് പറക്കില്ല. അതിരിക്കട്ടെ, അവൾ അവിടെ വന്നാൽ ഞങ്ങൾ എങ്ങനെയാ മാമ ഉണ്ണുന്നത്? എന്റെ കുഞ്ഞിനാര് നോക്കും? ഊണ് നമ്മുടെ വീട്ടിൽ കഴിക്കാം. കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. ഡോക്ടറെ കൂടെ ഞങ്ങൾ മുഴുവനുണ്ടാവും. അപ്പൊ എന്താ വേണ്ടത്? മാനസേശ്വരി മായയായി അമ്പലത്തിൽ പോയി മുത്തച്ഛനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരണം. അത്രയല്ലേ ഉള്ളൂ. ആദ്യം ഞാൻ ഏറ്റു. പക്ഷെ അതുവരെ എന്റെ കുഞ്ഞിനാര് മുല കൊടുക്കും? सांझ ढली दीप जले, सांझ ढली दीप जले रे। सांझ ढली दीप जले, सांझ ढली दीप जले रे। नीले गगन के तले रे, साजना सांझ ढली दीप जले रे। नीले गगन के तले रे, साजना सांझ ढली दीप जले रे। ഹലോ, ഇവിടെ നിന്ന് വെട്ടി വിഴിഞ്ഞോ? അരമണിക്കൂറെന്നും പറഞ്ഞ് എന്റെ കുഞ്ഞിന്റെ അമ്മയെ വിളിച്ചോണ്ട് പോയിട്ടേ നേരം കുറയായി. ഇറക്കി വിട്. അയ്യോ, അവരച്ഛന്റെ മുറിയില്ല. അതിനെനിക്കെന്താ? മണി 9 കഴിഞ്ഞു. എനിക്ക് കിടന്നുറങ്ങണം. അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി വിളിച്ചോളാം. അയ്യോ നിക്ക് ഡോക്ടറെ, നിക്ക്. കുഴപ്പമുണ്ടാക്കല്ലേ, ഞങ്ങൾ വിളിച്ചു തരാം. അവളെ വിളിച്ചോ ഞങ്ങളെ. എന്റെ ഇപ്പൊ എങ്ങനെ വിളിക്കാം? അയ്യോ, ഹിന്ദി വിളിക്കാൻ വളരെ എളുപ്പം. ആഹോ ആഹോ എന്ന് വിളിച്ചാ മതി. അല്ലേ ഡോക്ടറെ? നല്ല ആവോന്ന് ഒന്ന് ചെന്ന് വിളിക്കും ഞങ്ങളെ. ആവോ ആവോ. ആവോ. मैं चाह रही केवल प्रभु के श्री चरणों की सेवा करना। मैं कर लूंगी संतोष मिले यदि गायों की सेवा करना। बोलो मदन बेटी शबरी, यदि अन्यस्तु तो कौन श्रेष्ठ। तुझ में तो प्रभु ही बोल रहे, निश्चय होगी तू भक्त श्रेष्ठ। आंखों भर आई शबरी की। അളിയാ, ഇതെങ്ങോട്ടാ? മോളിലെ മുറിയിലേക്കാ. ഡോക്ടർ ഇങ്ങോട്ട് താമസം മാറ്റുക. ഇതെന്റെ ഐഡിയ. മായയുടെ മുറി ഏതായാലും ഒഴിഞ്ഞു കിടക്കല്ലേ. അച്ഛനാണെങ്കിൽ എപ്പോഴും മായ എന്ന് വിളിച്ചോണ്ടിരിക്കുക. ആവശ്യം വരുമ്പോഴൊക്കെ നമ്മൾ ഡോക്ടറുടെ വീട്ടിലേക്ക് ഓടുന്നതിലും നല്ലതല്ലേ അവരെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നത്. എന്നെ നിങ്ങളെല്ലാരും കൂടി കുടിക്കുകയല്ലേ? ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഏതാ മുറി? മുള്ള സാധനോട് പോരട്ടെ. ഓ, ഈയൊക്കെ എന്താ നേരത്തെ ചുമട്ടുപടിയായിരുന്നു ജോലി? ഇങ്ങോട്ട് വാടോ. എന്താ? ആ ഡോക്ടർക്ക് രാത്രി പാൽക്കഞ്ഞി അത്രേ. ഓ, പിന്നെ 4 പൂവമ്പഴും ഒരു വലിയ ഗ്ലാസ് നിറച്ച് മുന്തിരി ജ്യൂസും. അയ്യോ, എന്നാലും എന്റെ ശിവൻകുട്ടി ഇത് എന്നോട് വേണ്ടായിരുന്നു.